കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണോ പീരിയഡ്സ് പ്രതീക്ഷിക്കുന്നത് അതിനേക്കാളും ഒരു 6 ദിവസം മുൻപ് നിങ്ങൾ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലേ പറയാട്ടെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സൗണ്ട് ശരിക്കും ഇപ്പോഴാണ് ഒന്ന് തെളിഞ്ഞു വന്നത്. ഇത്രയും ദിവസം വരെ വെറുതെ ഒരു വായു മാത്രമേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പല വീഡിയോസും ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ എയർ പോയിക്കൊണ്ടിരുന്നേച്ചത്. അപ്പോൾ ഇപ്പം മുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് എൻ്റെ വോയിസിൽ ഫീൽ ചെയ്യാം, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുള്ള പ്രോപ്പർ ഗൈഡൻസ്. ഇപ്പോൾ നിങ്ങൾ ഒരു 28 ഡേയ്സ് ആണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളെങ്കിൽ അതിനൊരു 7 ദിവസം മുൻപെന്ന് പറയുമ്പോഴേക്കും ഏകദേശം നിങ്ങളുടെ ഒരു പീരിയഡ്സിൻ്റെ 21ാമത്തെ ദിവസമൊക്കെ ഇത് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് സഹായിക്കുന്നുവെന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അണ്ടർലൈൻ ചെയ്ത് പറയാണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ സംസാരിക്കുന്നത് സിങ്കിനെ പറ്റിയിട്ടാണ്. പലരും മെഡിസിൻസ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന പലർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുകയാണ് സിങ്കിന്റെ മെഡിസിനും അതുപോലെ മറ്റുള്ള പ്രിനേറ്റൽ മെഡിസിൻസും ഒക്കെ. ഇവിടെ സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോഷക ഗുണമായിട്ടുള്ള സിങ്ക് കോശങ്ങളുടെയും അതുപോലെ മറ്റുള്ള ഒരുപാട് എൻസൈമുകളുടെയും മെറ്റബോളിസത്തിനും ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ അണ്ഡം വളരുന്നതിനും നമ്മളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതിന്റെ പ്രവർത്തനത്തിനുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നതാണ് സിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി മെഡിസിൻ എടുത്തിട്ടാണ് ഓവുലേഷൻ നടക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അണ്ഡം പൊട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇത് പൊട്ടി പുറത്തേക്ക് വന്നിട്ട് ചിലപ്പോൾ അവിടെ സ്പേം ഉണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷനും നമുക്ക് അവിടെ നടക്കും. പക്ഷെ ഒരുപാട് പേർക്ക് അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി കിട്ടാറില്ല. പലർക്കും ആ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് മിസ്കാരേജ് ആയിട്ട് ചിലപ്പോൾ പോകും, അല്ലെങ്കിൽ കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് പോകും. അങ്ങനെയാണ് നടക്കാറ്. ഇങ്ങനെ നടക്കാൻ കാരണം ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗിന് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ സമയത്ത്, അതായത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഗ്ഗിന്, എംബ്രിയോയ്ക്ക് അതിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ അല്ലെങ്കിൽ സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതോ മെഡിസിനുകൾ എടുക്കുന്നതോ നിങ്ങളുടെ എഗ്ഗിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏർലി സ്റ്റേജിലെ ഡെവലപ്മെന്റിനും സെൽ ഡിവിഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അണ്ഡവും ബീജവും തമ്മിൽ ജോയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അടുത്തതായിട്ട് നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് സംഭവിക്കുന്നത് സെൽ ഡിവിഷൻ ആണ്. ഓരോ സെല്ലുകളായിട്ട് വിഘടിച്ചാണ് ഇത് നമ്മളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് എത്തി അറ്റാച്ച് ആവുന്നത്. ഈ സെൽ ഡിവിഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനൊരു കപ്പാസിറ്റി വേണം. നമ്മളുടെ എഗ്ഗിനും സ്പേമിനും ക്വാളിറ്റി വേണം. ശരീരത്തിലെ ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കുകയും വേണം. ഈ സെൽ ഡിവിഷൻ നടക്കാനായിട്ട് നിങ്ങളെ സിങ്ക് ഉപയോഗിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ സിങ്ക് ശരീരത്തിൽ എത്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ സിങ്കിന്റെ സപ്ലിമെന്റ്സ് എടുത്തോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. സിങ്കിന്റെ സപ്ലിമെന്റ്സ് ഒരാളും തന്നെ ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി കഴിക്കാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾക്കൊരു ഡോക്ടർ എഴുതി തരുന്ന മെഡിസിൻസ് മാത്രം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് സിങ്കിന്റെ കണ്ടന്റ് ശരീരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് കൊണ്ടുവന്ന് തരികയുമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പംകിൻ സീഡ്, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഡയറി മിൽക്ക് പോലെയുള്ളതല്ല കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു കാറ്റഗറി ഉണ്ട്. കാരണം ഒരുപാട് പേരോട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ചേച്ചി ഡയറി മിൽക്ക് കഴിച്ചാൽ മതിയോ എന്ന് ചോദിച്ചവരുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അതൊരിക്കലും ഡയറി മിൽക്ക് അല്ല. കറുത്ത കളർ ആയതുകൊണ്ട് അത് ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെയല്ല കേട്ടോ അതിന്റെ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ നല്ല സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലും അതുപോലെ മറ്റുള്ള ഓൺലൈൻ സ്റ്റോറുകളിലും ഒക്കെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് മേടിക്കാനായിട്ട് കിട്ടും. ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്നവർക്ക്, ഒരു അമ്മയാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ്.
ഇത് ഓരോ പീസ് വീതം ഓരോ ദിവസവും നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിങ്കിന്റെ കണ്ടന്റ് ശരീരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റുള്ള പയറ് വർഗ്ഗങ്ങൾ, ഇപ്പോൾ നമ്മുടെ ചിക്ക് പീസ് ആണെങ്കിലും അല്ലെങ്കിൽ പരിപ്പ്, ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മുള വന്നിട്ടുള്ള ഈ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പരിപ്പ് കൂട്ടി കറികൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ചിക്ക് പീസ് വെച്ചിട്ട് നിങ്ങൾ കറികൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചെറുപയർ വെച്ചിട്ട് നിങ്ങൾ കറികൾ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ആ ഒരു മോർണിംഗ് തന്നെ ഹെൽത്തി ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഓരോ ദിവസവും ഒരു പയറ് വർഗ്ഗമെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക കേട്ടോ. നിങ്ങളിപ്പോൾ പുട്ടാണെങ്കിലും അപ്പമാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾ ഈ പയറുവർഗ്ഗത്തിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതായത് ഓട്സ് എടുക്കുന്നത് നല്ലതാണ്. അതെല്ലാം നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നട്ട്സ്, കാഷ്യൂ നട്ടിലും അതുപോലെ ബാക്കിയുള്ള നട്ട്സ് വിഭാഗത്തിൽ പെടുന്നതിലും ഒക്കെ ഈ ഒരു സിങ്കിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു 3-4 കാഷ്യൂ നട്ട് ഉപയോഗിക്കുന്നത്, ബദാം ഉപയോഗിക്കുന്നത്, പിസ്ത ഉപയോഗിക്കുന്നത്, ഡ്രൈ ഫിഗ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും നിങ്ങൾ കഴിക്കുന്നത്, മുട്ട കഴിക്കുന്നത്, ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും പുഴുങ്ങിയത് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല പാല് കിട്ടുന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള പാല് നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുന്നതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും ഒക്കെ ഒരുപാട് സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർമെലൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ വേണ്ടതാണ് വെള്ളം. ഈ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് വാട്ടർമെലൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ഒരു ദിവസം നിങ്ങളൊന്ന് വലുത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പീസെങ്കിലും വാട്ടർമെലൺ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഷുഗർ നിങ്ങൾക്ക് ശരീരത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കഴിച്ചാൽ മതി. കാരണം വാട്ടർമെലൺ ഒരുപാട് ഷുഗർ ആണല്ലോ, ഒരുപാട് മധുരമുള്ളതാണല്ലോ വാട്ടർമെലൺ. അത് നിങ്ങളപ്പോൾ നോക്കിയിട്ട് കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അത് ചെയ്യുന്നത് DNA ഫോർമേഷൻ കൃത്യമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവായി. അതെനിക്ക് പോസിറ്റീവ് ആയത് ചിലപ്പോൾ ഈ ചാനൽ കൊണ്ടായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് എനിക്കത് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നില്ല. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ഗ്രോത്ത് നിന്ന് പോകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മിസ്കാരേജ് ആയി പോകുന്നു. ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രഗ്നൻസി ആയ 2 ലൈൻ പോസിറ്റീവ് കിട്ടിയാലും പിന്നെയും ആ ഒരു എംബ്രിയോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നല്ല നല്ല ഫ്രൂട്ട്സ് കഴിക്കണം, നല്ലതുപോലെ ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്രീനേറ്റൽ വിറ്റമിൻസ് ഒരുപാട് പേര് ചോദിക്കേണ്ട കാര്യമാണ്. ചേച്ചി പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടി, സ്കാനിങ് വരുന്ന സമയമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളത് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പ്രീനേറ്റൽ വിറ്റമിൻസും അത് ഓൾറെഡി എടുക്കുന്നുണ്ടെങ്കിൽ ആ വിറ്റമിൻസ് നിങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് എന്നീ സപ്ലിമെന്റ്സ് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മുൻപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.